എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 4 മണിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ രാവിലെയോടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം കൂടുതൽ അവിടെ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അഡ്മിഷൻ നേടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് അവിടെ അഡ്മിഷൻ എടുക്കുക. കാരണം ഒരു സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ക്യാൻസലായി പോകുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതും കൂടി നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടും റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടും ലിങ്ക് കാണാൻ സാധിക്കും. അത് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാൻ സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട്, അതായത് രാവിലെ ഒരു 11 മണിക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ബസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലെത്താൻ ലേറ്റ് ആവുകയും അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ആ ഒരു രീതിയിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സ്കൂളിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് അഡ്മിഷൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏത് സ്കൂളിലാണോ താല്പര്യം അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടുകാരോട് ആലോചിച്ച് എവിടെയാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ഇതുവരെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.